നമസ്കാരം. എൻ്റെ പേര് സുരേന്ദ്രൻ. പാലക്കാട് ജില്ലയിൽ പുതുപ്പരിയാരം പഞ്ചായത്തിലെ ഒരു മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത ആളാണ് ഞാൻ. വളരെ കാലമായി കൃഷിപ്പണി മാത്രം ചെയ്ത് ഉപജീവനം കഴിയുന്ന ഒരു കുടുംബത്തിലെ അംഗവും കൂടിയാണ്. എനിക്ക് ഏറ്റവും മണ്ണിനോട് കഷ്ടപ്പെട്ട് മണ്ണിനെ പണിയെടുപ്പിച്ച് സമൂഹത്തിൽ വളർത്തിയെടുക്കാനും പുതിയ തലമുറയെ ഉൾക്കൊള്ളിച്ച് കൊണ്ടുവരാനും ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ. ഇനിയുള്ള കാലങ്ങൾ ഇപ്പോൾ എൻ്റെ പ്രായത്തിൽ കൂടുതലുള്ള ആൾക്കാരല്ലാതെ എൻ്റെ പ്രായത്തിൽ താഴെയുള്ളവരാരും കാർഷിക മേഖലയെ ഉൾക്കൊള്ളിക്കുന്നില്ല. അതിൻ്റെ അടിസ്ഥാന കാരണം കാർഷിക മേഖലയുടെ തകർച്ചയും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളും അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളാണ് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഞാൻ അതിനെ അതിജീവിച്ച് എൻ്റെ സർവ്വകരുത്തും ഊർജ്ജസ്വലതയും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ അധ്വാനിച്ച് എനിക്ക് വലിയ ക്ഷീണങ്ങളൊന്നും ഈ കാലാവസ്ഥയെ അതിജീവിച്ചിട്ടും വലിയ ക്ഷീണങ്ങളൊന്നും ഇല്ലാതെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഞാൻ ഈ നഴ്സറി തെങ്ങിൻ തൈ, കുരുമുളക് തൈ, കവുങ്ങൻ തൈ അങ്ങനെ ഞാൻ ചെറിയ നഴ്സറി ഉണ്ടാക്കി ജനങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്യാറുണ്ട്. അത് നല്ല ഇനം നാളികേരം തിരഞ്ഞെടുത്ത് വളരെ പക്വതയോട് കൂടിയിട്ടാണ് ഞാൻ നഴ്സറി ഉണ്ടാക്കി തെങ്ങിൻ തൈ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 30 വർഷത്തെ അനുഭവങ്ങളാണ് എനിക്ക് നഴ്സറിയിലെ മേഖലയിലുള്ളത്. അത് ഇതുവരെ നമ്മൾ തെങ്ങിൻ തൈ കൊടുത്തിട്ട് മറ്റുള്ള യാതൊരു കുഴപ്പങ്ങളോ അല്ലെങ്കിൽ തെങ്ങിൻ തൈ ഉൽപാദന ശേഷി കുറവോ അങ്ങനെ യാതൊന്നും ഉണ്ടായിട്ടില്ല. ഈ തെങ്ങിൻ തൈകളുടെ കാലാവധി 4.5 വർഷം കൊണ്ട് തെങ്ങ് കുറയ്ക്കുകയും 5-ാമത്തെ വർഷം ഇത് നാളികേരം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. നല്ല ഇനം നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങിൻ തൈകളാണ് ഇത് ഞാൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. തന്നെ ഇത് കാസർഗോഡ് ഇനത്തിൽപ്പെട്ട കവുങ്ങൻ തൈകളാണ്. ഈ തെങ്ങിൻ തൈ നല്ല ഇനത്തിൽപ്പെട്ട നല്ല കരുത്തോടു കൂടിയുള്ള തെങ്ങിൻ തൈ ആയതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ നിന്നും പുറത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ എൻ്റെ ഇന്ന് ആൾക്കാർ വന്ന് ഈ തെങ്ങിൻ തൈ വാങ്ങിക്കൊണ്ടു പോകാറുണ്ട്. ഒരു തെങ്ങിൻ തൈക്ക് 80 രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ കുറെ ആളുകൾ നമുക്കിപ്പോൾ ഈ അറിയാത്ത ഈ തെങ്ങ് പ്ലാന്റേഷൻ അറിയാത്ത ആൾക്കാരെ ഞാൻ സഹായിക്കാറുണ്ട്. അവരുടെ സൈറ്റുകളിൽ പോയി അതിൻ്റെ ശരിക്കുള്ള വീതിയും നീളവും കറക്റ്റ് ചെയ്ത് കുഴിയെടുത്ത് അതിന് ഞാൻ തെങ്ങിൻ തൈ പ്ലാന്റ് ചെയ്ത് കൊടുക്കണ ആ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ ഉൽപ്പാദിപ്പിച്ച തെങ്ങിൻ തൈ നമ്മൾ ഉദ്ദേശിച്ചതിൽ കൂടുതൽ നേരത്തെ തന്നെ കുറേ തെങ്ങിൻ തൈ പോയി. ആ നഴ്സറി കൊണ്ട് തന്നെ നമ്മുടെ കാർഷിക രംഗത്തിൽ എൻ്റെ ജീവിതം വളരെ സന്തോഷപൂർണമായതാണ്. പിന്നെ എനിക്ക് ഈ തെങ്ങിൻ തൈൻ്റെ ഉൽപാദനവും മറ്റുള്ള കാര്യത്തിൽ എനിക്ക് കൃഷി വകുപ്പിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് ധനസഹായങ്ങളും ഒരുപാട് കിട്ടിയ ആളാണ്. തെങ്ങിൻ തൈ പോലെ തന്നെ കുരുമുളക് തലയും ഞാൻ ഉൽപ്പാദിപ്പിക്കാറുണ്ട്. പന്നിയൂർ 1, പന്നിയൂർ 2, കരിമുണ്ട, പുഷ്പെപ്പർ, കുറ്റി കുരുമുളക് അങ്ങനെയുള്ള 4 ഇനം ഞാൻ കൃഷി ചെയ്ത് വിൽക്കാറുണ്ട്. അതിൽ 3-ാമത്തെ വർഷം എന്തായാലും അത് കായ്ക്കുന്നുള്ള എനിക്ക് ഉറപ്പോട് കൂടിയിട്ടാണ് ഓരോ കൃഷിക്കാർക്കും ഞാനത് കൊടുക്കാറുള്ളത്. അത് നല്ല രീതിയിൽ ആ കുരുമുളക് ചെടികളും വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് കർഷകർ. നഴ്സറി പോലെ തന്നെ പച്ചക്കറികൾ, വെണ്ട, വഴുതന, പാവല്, പയറ് അങ്ങനെയുള്ള ഒട്ടനവധി പച്ചക്കറികളും ഞാൻ ഉൽപ്പാദിപ്പിച്ച് വിപണി ചെയ്യാറുണ്ട്. ഇത് നല്ല ഇനം വെണ്ടയാണ്. ഇത് വളരെ കാലമായി ഞാൻ ഈ സീഡ് നമ്മുടെ ഒരു ഫാമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. അത് നല്ല രീതിയിൽ ഞാനത് കൃഷി ചെയ്ത് വിപണനം നടത്താറുണ്ട്. അതുപോലെ വാഴ, പച്ചക്കറികൾ, മുന്തിരി, ഇവിടെ നമ്മുടെ പാലക്കാടിന്റെ കാലാവസ്ഥയിൽ മുന്തിരി ഉണ്ടാകാറുണ്ട്. ഇതിലെല്ലാം ഉപരി ഏറ്റവും കൂടുതൽ താല്പര്യം പൂച്ചെടികളോട്. ചെടികൾ ഏകദേശം 23 വെറൈറ്റീസ് ചെമ്പരത്തി എൻ്റെ തോട്ടത്തിലുണ്ട്. അത് നല്ല ഇനം ചെമ്പരത്തികൾ ഓരോ നഴ്സറികളിൽ
അത് സെലക്ട് ചെയ്ത് വാങ്ങി അത് നല്ല രീതിയിൽ എനിക്കത് മാനസികമായിട്ടൊരു സുഖം തരുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ചെടികൾ. തെച്ചി, നല്ല ഇനം തെച്ചികൾ കൃഷി ചെയ്യാറുണ്ട്. തെച്ചി മാനസിക ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയെ ഒരു സന്തുലിതാവസ്ഥയിൽ എത്തിക്കുന്ന ചെടികളിലൂടെ നമ്മുടെ ഒരു മനസ്സമാധാനം സുഖവും കണ്ടെത്തിയ ഒരു കർഷകനും കൂടിയാണ്. പിന്നെ മാതളം, എഗ് ഫ്രൂട്ട്, ഇത് കോഴിമുട്ടയുടെ ടേസ്റ്റും അതിന്റെ ഗുണനിലവാരം ഉള്ള ഒരു ചെടിയാണ്. ഇത് മാതളം രണ്ടു തരമുണ്ട്, പൂമാതളം, കായ്മാതളം. ഇത് കായ്മാതളത്തിൽപ്പെട്ടതാണ്. മാതളം എന്ന് പറയുമ്പം നല്ല മനുഷ്യന്റെ ശരീരത്തിലെ രക്തത്തിന്റെ ശുദ്ധി, രക്തക്കൂടുതൽ, ഇതൊക്കെ ഈ മാതളത്തിന്റെ ഇത് കഴിച്ചാൽ ഉണ്ടാകുന്നതാണ്. സപ്പോർട്ട് നല്ല ഇനത്തിലുള്ള സപ്പോർട്ടയാണ്. ഇത് ചെടി വെച്ച് നട്ടതിന്റെ 3-ാമത്തെ വർഷം മുതൽ എനിക്ക് ആ കായ് പറിച്ച് അത്യാവശ്യം വിപണി എത്തിക്കാറുണ്ട്. ഞാൻ നെല്ലിയാമ്പതി ഫാമിൽ നിന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വെച്ച് നോക്കിയതാണ്. അതിന്റെ കായിന്റെ സ്റ്റേജ് ആയിട്ടില്ല. വെച്ച് 3 വർഷം പ്രായമുള്ള ചെടിയാണത്. നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചപ്പയർ, വള്ളിപ്പയർ മുതലായവയാണ് ഈ ചെടികൾ. ഇത് ചെടി നഴ്സറിയാണ്. ഈ മുളക് തൈ, കാന്താരി മുളക് അങ്ങനെയുള്ള ചെടികളുടെ നഴ്സറി ഉണ്ടാക്കിയിരിക്കുകയാണ്.